നമസ്കാരം. തൻ്റെ അനുഭവ സമ്പത്ത് കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വലിയ ചുവടുവയ്പ്പുകൾ നടത്തുന്ന ഒരു മഹനീയ സാന്നിധ്യമാണ് ഇന്ന് നമുക്കൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിന്റെ ചെയർമാൻ ബഹുമാന്യനായ ശ്രീ എസ് ജ്യോതിസ് ചന്ദ്രൻ സർ. സർ നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ അനുഭവ സമ്പത്ത് എന്ന് ഞാൻ വിശേഷിപ്പിച്ചിരുന്നു. അത് തീർത്തും അന്വർത്ഥമാക്കുന്ന ഒരു പ്രവർത്തനമാണ് ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിൽ ഇന്നോളം നടന്നുകൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ ഈ അനുഭവ സമ്പത്ത് സാറിൻ്റെ അധ്യാപകരിലൂടെ കുട്ടികളിലേക്കും ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ എങ്ങനെയാണ് സാറിൻ്റെ ഈ ഒരു അനുഭവങ്ങൾ സാറിൻ്റെ അധ്യാപകരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്? ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും മറ്റുള്ളവരെ അനുകരിച്ചാണ് വളരുന്നത്. കുട്ടികളായിരുന്നാലും അമ്മമാർ, അച്ഛന് അതുപോലെ അധ്യാപകർ എന്ന് പറയുന്നത് പോലെ സ്വാഭാവികമായിട്ടും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കേണ്ടത് ആയി വരാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഞാൻ പലപ്പോഴും ഞാൻ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ മറ്റുള്ളവരെ വിഷ് ചെയ്യുന്നു, ഇപ്പോൾ കുട്ടികളെയും ഞാൻ വളരെ എന്താ പറയുക ആത്മാർത്ഥമായിട്ട് തന്നെ അവരർഹിക്കുന്ന രീതിയിലുള്ള ബഹുമാനം നൽകി കുട്ടികളെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ അധ്യാപകർ കാണുന്നുണ്ട്. അഥവാ ഞാൻ അധ്യാപകരോട് സംസാരിക്കുന്നത് കുട്ടികൾ കാണുന്നുണ്ട്. അതെല്ലാം തന്നെ നേരത്തെ സൂചിപ്പിച്ചൊരു അനുകരണത്തിൻ്റെ കലയെന്ന് പറയുന്നത് പോലെ ആവാം. പിന്നെ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും പലപ്പോഴും ഒരുപാട് ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് അധ്യാപകർക്ക് നൽകാറുണ്ട്. അതുപോലെ പാരൻസിനോട് സംസാരിക്കുന്നതൊക്കെ അവരും അതിൻ്റേതായ പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നതെന്ന് അധ്യാപകർക്ക് മനസ്സിലാവുന്നത് പോലെ രക്ഷകർത്താക്കൾക്ക് മനസ്സിലാകാറുണ്ടാവും. കുട്ടികൾക്കും തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാവണം. തീർച്ചയായും സാർ. അതുകൊണ്ടാണല്ലോ സാർ ഇപ്പോൾ ഇന്ന് ഈ ഒരു സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മളൊരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ, രാവിലെ ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ അവരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് അവരുടെ മുന്നിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സാർ ഇപ്പോൾ പറഞ്ഞു, സാറിൻ്റെ ദർശനങ്ങളും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കുട്ടികളിലേക്കും അധ്യാപകരിലേക്കും അതേപോലെ തന്നെ രക്ഷിതാക്കളിലേക്കും എത്തുന്നുണ്ട് എന്ന്. അത് തീർച്ചയായിട്ടും സത്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഒരുപാട് ആശങ്കകൾ അവരിലുണ്ട്. അപ്പം അത് ദൂരീകരിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്, അല്ലേ? അപ്പം സാറിനെ പോലെയുള്ള ഒരാളോട് ഒരു രക്ഷിതാവ് എന്ന നിലയിൽ തൻ്റെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഒന്ന് നീക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇന്ന് നമ്മുടെ രക്ഷിതാക്കൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പം സാറിനോട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചോദിക്കാനുണ്ട്. അപ്പം സാറിൽ നിന്നും അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് കൃത്യമായൊരു മറുപടി കിട്ടുമെന്ന വിശ്വാസത്തിലാണ് എല്ലാ രക്ഷിതാക്കളും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പം ആദ്യം തന്നെ സാറിൻ്റെ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ഇപ്പം സാർ ഒരുപാട് ഊന്നൽ നൽകുന്ന ഒരു കാര്യമാണ് അത്. അപ്പം തീർച്ചയായും എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പല സ്കൂളുകളിലും അതിലെ ഓരോ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുന്നതേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിൽ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ NEP 2020 പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ആണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ചുമൊക്കെ പാരൻസിന് സംസാരിക്കാനുണ്ടാവും. ഓക്കെ, ചോദിച്ചോളൂ. NEP 2020 നിലവിൽ വരും മുമ്പേ തന്നെ അതിലെ ചില നിർദ്ദേശങ്ങൾ നമ്മുടെ സ്കൂളിൽ പ്രാബല്യത്തിലുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ സാറിന് ഏറ്റവും അഭിമാനകരമായി തോന്നിയത്, അതായത് സാറ് എത്രയോ കാലങ്ങളായി ഇത് നടപ്പിലാക്കി കൊണ്ടുവരുന്നല്ലോ എന്ന് തോന്നിയത് ഒരു കാര്യം പങ്കുവെക്കാമോ? ആദ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കേരള സർക്കാർ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളൊരു ഉത്തരവുണ്ട്. അടുത്ത 2026 മുതൽ 6 വയസ്സ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ചേർക്കുന്നതിന് കുട്ടികൾ പ്രായം തികഞ്ഞിരിക്കണമെന്നുള്ളത്. ഈ വർഷം കൂടി 5 വയസ്സായാൽ മതി എന്നുള്ളതാണ്. നമ്മുടെ ജ്യോതിസ് സ്കൂളിൽ 2004 ആരംഭിക്കുന്നത് മുതൽ അന്ന് LKG ചേരുന്ന കുട്ടികൾക്ക് 4 വയസ്സ്, അതുപോലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ചേരുന്ന കുട്ടികൾക്ക് 6 വയസ്സും പൂർത്തിയാകണമെന്നുള്ളത് അന്നു മുതൽ ഞാനിങ്ങനെ പറയാറുണ്ട്. നമ്മുടെ സ്കൂളിൽ ചേരാതെ പലപ്പോഴും പല കുട്ടികളും ഈ നിബന്ധന പാലിക്കപ്പെടാൻ തയ്യാറല്ലാത്തത് കൊണ്ട് രക്ഷകർത്താക്കൾ മറ്റ് സ്കൂളുകളിലേക്ക് LKGയിലേക്കും അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കും UKGയിലും ഒക്കെ ഇവിടെ ചേരാതെ കൊണ്ടുപോകാറുണ്ടായിരുന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അതൊട്ടും തന്നെ കാര്യമാക്കി എടുത്തില്ല. ബട്ട് ഒരു 3 മാസം വരെ ഒരു റിലാക്സേഷൻ കൊടുത്തിരുന്നു, 3.9 അല്ലെങ്കിൽ 5.9. ഇതെന്തുകൊണ്ട് ഞാൻ ചെയ്തിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ തന്നെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. ഞാൻ 10ാം ക്ലാസ് ബോർഡ് എക്സാമിനേഷൻ എഴുതുമ്പോൾ എൻ്റെ പ്രായം 13 വയസ്സും 10 മാസവുമാണ്. 14 വയസ്സ് പോലും എനിക്ക് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് പറഞ്ഞാൽ ഒരുപാട് നീണ്ട കഥയാവും.
പലപ്പോഴും ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം എന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ചേർത്തതിന് ശേഷം അതേ വർഷം സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഓണം കഴിഞ്ഞപ്പം ഞാൻ സ്കൂൾ മാറ്റി ചേർത്തു, പേര് മാറ്റി ദിലീപ് ചന്ദ്രൻ ജ്യോതിശ്ചന്ദ്രനായി. അങ്ങനെ അതിനുശേഷം വീണ്ടും ഞാൻ 3ാം ക്ലാസ്സിൽ പ്രൊമോട്ട് ചെയ്യപ്പെടും. ഒന്നിന്ന് 2ലേക്കും 2ന്ന് 3ലേക്കും പ്രൊമോട്ട് ചെയ്യപ്പെടാൻ എനിക്ക് 1 വർഷമേ വേണ്ടി വന്നുള്ളൂ. അതൊക്കെ ഒരു വലിയ അഭിമാനമായിട്ട് അഹങ്കാരമായിട്ടൊക്കെ അന്ന് എൻ്റെ രക്ഷിതാക്കൾക്കും എൻ്റെ മറ്റ് കുടുംബാംഗങ്ങൾക്കുമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നിരിക്കാം. കാരണം ഞാൻ അത്ര വലിയ മിടുക്കനാണെന്നൊക്കെ ആയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ബട്ട് ഞാൻ പിന്നെ പട്ടം സെൻറ്റ് മേരീസ് സ്കൂളിൽ 5ാം ക്ലാസ്സിൽ അന്നും ടെസ്റ്റ് എഴുതി 4ാം ക്ലാസ്സിലെ കുട്ടികളോടൊപ്പം 3ാം ക്ലാസ്സിൽ ആകേണ്ട പ്രായത്തിൽ ഞാൻ ക്വാളിഫൈ ചെയ്തു, അഡ്മിഷൻ നേടി. ഒടുവിൽ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ്, കഷ്ടിച്ച് ഫസ്റ്റ് ക്ലാസ് 361 മാർക്കാണ് എനിക്കുണ്ടായിരുന്നത്. എൻ്റെ കൂടെ പഠിച്ചിരുന്നു അന്ന് അത് നല്ല മാർക്കാണെന്ന് പലർക്കും തോന്നാം, രക്ഷിതാക്കൾക്കൊക്കെ തോന്നാം. അന്നത്തെ കാലത്ത് 78-ൽ ഞാൻ പരീക്ഷ എഴുതുമ്പോൾ. പക്ഷെ അന്ന് എൻ്റെ കൂടെ പഠിച്ചിരുന്ന പട്ടം സെൻറ്റ് മേരീസിലെ കുട്ടികളൊക്കെ 480 മേളിൽ ഡിസ്റ്റിങ്ഷനോടുകൂടിയും 500 മേളിൽ മാർക്ക് വാങ്ങിയപ്പോൾ ഞാൻ വാങ്ങിയ മാർക്ക് ഏറ്റവും ലോ മാർക്കായിരുന്നു എന്നുള്ളത് എൻ്റെ രക്ഷിതാക്കൾ തന്നെ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ എനിക്ക് ഒരു വല്ലാത്തൊരു ഒരു ഇൻഫീരിയോറിറ്റി അന്നുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. എനിക്ക് പ്രായം 14 വയസ്സ് പോലും ആയിട്ടുണ്ടായിരുന്നില്ല എന്നും എന്നോടൊപ്പം എഴുതിയ കുട്ടികൾക്ക് 16 അല്ല, 15 അല്ല, 17 അല്ല, 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള വലിയ തടിമിടുക്കുള്ളവരുണ്ടായിരുന്നു. അത് ബോയ്സ് മാത്രമല്ല ഗേൾസും ഒക്കെ. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രീഡിഗ്രിയും ഡിഗ്രിയും ഒക്കെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് പഠിച്ചിട്ടുള്ളത്. പിന്നെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ഈ ഒരു ഏജ് ഒരു വലിയൊരു ഫാക്ടറായിരുന്നു എൻ്റെ ഈ ലോ പെർഫോമൻസിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് സ്വയം തിരിച്ചറിയുകയും സ്കൂൾ ആരംഭിച്ചപ്പോൾ അന്ന് 6 വയസ്സ് ആരും പറയാമായിരുന്നില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ദോഷകരമായി ഭവിച്ച പ്രായത്തിൻ്റെ പ്രശ്നം മറ്റു പുതിയ കുട്ടികൾക്ക് ഇപ്പോൾ തലമുറയ്ക്ക് ഉണ്ടാകരുതെന്നുള്ളതിൻ്റെ വാശിയോടുകൂടി അന്ന് മുതൽ തന്നെ അന്ന് RT ഇല്ല, റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആയിട്ട് 2009-ലും 10-ലും ആയിട്ടാണ് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കി 2011-ലാണ് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. അന്നാണ് 60 ഇയേഴ്സ് എന്നുള്ളൊരു നിബന്ധന വരുന്നതും. അതിനുശേഷമാണ് NEP 2020 വരുന്നതും. അതും 6 വയസ്സെന്നുള്ള ഒരു കർശനമായ നിർദ്ദേശം രാജ്യത്തൊട്ടാകെ വരികയും. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ പല സ്കൂളുകളിലും ഇപ്പോഴും NEP തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ വാസ്തവമുണ്ട്. പ്രത്യേകിച്ചും ICSE സ്കൂളുകളിൽ 2025-26 ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ NEP-യെക്കുറിച്ച് എനിക്ക് അന്ന് ആർക്കും അറിയില്ല, ആരും കേട്ടിട്ടില്ല. RT-കുറിച്ചും ആരും കേട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ സ്കൂളിൽ ആരംഭിക്കുന്ന സമയം മുതൽ തന്നെ ഏജ് ഒരു പ്രധാന ഘടകമായിട്ട് എടുത്തുകൊണ്ട് 6 വയസ്സ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചേരുമ്പോഴാകണം, 4 വയസ്സ് LKG ചേരുമ്പോഴാകണം. ഇന്നിപ്പോൾ പ്രീ KG 3 വയസ്സ്, ഇന്ന് പ്രീ KG ഇന്നുണ്ട്, അന്ന് നമുക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കൂൾ ആയിരിക്കണം, അഥവാ ആണ് ആദ്യമായിട്ട് KG തലത്തിൽ 3 വർഷങ്ങളിലായിട്ട് ക്ലാസ്സുകൾ തുടങ്ങുന്നത്. അതിന് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, LKG MKG UKG ആണ്, ലോവർ KG മിഡിൽ KG അപ്പർ KG ആണ്. അതിവിടെ നടപ്പിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ LKGക്ക് മുന്നേ ഒരു പ്രീ KG എന്ന് പറയുന്നത്. അത് ഇപ്പോൾ പ്രീ KG എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ ഞങ്ങളിവിടെ നമ്മുടെ ജോസഫിൻ്റെ സ്കൂളിൽ പ്രീ KG ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ആ വാക്ക് പ്രീ എന്ന് പറയുന്ന പ്രീ ഡിഗ്രിയുടെ ഭാഗമായിട്ട് ഞാൻ എടുത്തതാണ്. നമുക്ക് ഡിഗ്രി പഠിച്ചിരുന്നത് പോലെ ഞാൻ അതിനോട് പ്രീ KG വാക്കിട്ടത് ഞാനാകാമെന്ന് ഞാൻ അഭിമാനിക്കുകയൊന്നുമല്ല, അഹങ്കരിക്കുകയൊന്നുമല്ല, ആകാം, എനിക്കറിയില്ല. പക്ഷേ അതിൽ പ്രീ KG തുടങ്ങി, അത് കഴിഞ്ഞ് LKG, അത് കഴിഞ്ഞ് UKG, അങ്ങനെ 3 വർഷങ്ങളിലായിട്ട് KG ക്ലാസ്. അപ്പോൾ പ്ലേ ക്ലാസ് അതിന് മുൻപ് ഉണ്ടായിരുന്നത് ഇപ്പോഴും ഉണ്ട്, അത് 2 വയസ്സ് 3 വയസ്സ് വരെയാണ്. ഡേ കെയർ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, അത് 1 വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ 6 വർഷത്തെ ഒരു വിദ്യാഭ്യാസമാണ്, അഥവാ 5 വർഷം. ഇപ്പോഴും 5+3+3+4 എന്ന് പറയുന്നത് പണ്ടേ നടപ്പിലാക്കി ജ്യോതിസിൽ. എക്സാം എന്ന മാർജിൻ കുട്ടികൾക്ക് പേടി കൂടാതെ മറികടക്കാൻ എന്തെല്ലാമാണ് പാലിക്കേണ്ടത്? പിന്നെ രക്ഷിതാക്കളും കുട്ടികളും ഈ വിഷയത്തിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് സാറിൻ്റെ നിരീക്ഷണത്തിലൊന്ന് പറയാമോ? എക്സാം ഫിയർ എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് അങ്ങനൊരു വാക്കേ അവർക്ക് പരിചിതമല്ല. കുട്ടികൾ തീർച്ചയായിട്ടും സ്കൂളിൽ പോകുന്നു, അവർ ഈ പറഞ്ഞതുപോലെ പ്രീ KG LKG UKG കടന്ന് ഫസ്റ്റ് മുതൽ 10th വരെയും 12th വരെയും പഠിക്കുന്ന ഈ 16 വർഷത്തെ 15 വർഷത്തെയോ 18 വർഷത്തെയോ വിദ്യാഭ്യാസം എന്ന് വേണം പറയാം. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ഓരോ വർഷങ്ങളിലും ഒരു സമ്മർ വെക്കേഷൻ വരുന്നു.
അതിന് തൊട്ട് മുമ്പ് ഒരു ആനുവൽ എക്സാമിനേഷൻ നടക്കുന്നു. അതിന് മുൻപ് ഒരുപാട് പീരിയോഡിക് ടെസ്റ്റുകളും ക്ലാസ് ടെസ്റ്റുകളും മിഡ് ടേം എക്സാമിനേഷൻസോ അല്ലെങ്കിൽ ടേമിനൽ എക്സാമിനേഷൻസോ ഒക്കെ നടക്കുന്നതൊക്കെ തന്നെ ഒരു കുട്ടികൾക്കൊരു ഭയത്തോടുകൂടി അഭിമുഖീകരിക്കേണ്ട സാഹചര്യം പണ്ടുമില്ല, ഇന്നുമില്ല, ഒരിക്കലുമില്ല. പക്ഷേ ഇപ്പോഴത്തെ രക്ഷിതാക്കളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉൾപ്പെടെ എന്നോടൊപ്പം ഇരിക്കുന്ന രക്ഷിതാക്കളൊക്കെ തന്നെ അവരുടെ രക്ഷിതാക്കൾ, അവരുടെ അച്ഛനമ്മമാർ, എൻ്റെ അച്ഛനമ്മമാർ, എൻ്റെ മറ്റ് മുതിർന്ന സഹോദരങ്ങൾ, ഇവരൊക്കെ പരീക്ഷയെ ഭയപ്പെടേണ്ടതാണ് എന്നുള്ളൊരു നറേറ്റീവ് ആ ഒരു തരത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു വെച്ചു. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ അമ്മയ്ക്കും അച്ഛനും പരീക്ഷയാണ് എന്നുള്ളൊരു അത് പരീക്ഷയെ സീരിയസ് ആയിട്ട് കാണണം, പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, ഇങ്ങനെ പറഞ്ഞ് കുട്ടികളൊരു ഭയം, അനാവശ്യമായൊരു ഭയം അവരിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. സാധാരണ രീതിയിൽ രക്ഷകർത്താക്കൾ LKG കൂടി പഠിക്കുന്നതോ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്നതോ കുഞ്ഞു മക്കളുടെ രക്ഷകർത്താക്കൾ പോലും അവർക്ക് തന്നെ അനാവശ്യമായ ടെൻഷനാണെന്ന് പറയാറുണ്ട്. പിന്നെ 10ാം ക്ലാസ്സിലേക്ക് ആകുന്നതോടുകൂടി പറയേണ്ടതില്ല. 10ാം ക്ലാസ്സിലാകുന്ന രക്ഷകർത്താക്കളൊക്കെ എൻ്റെ മോൾ 10ാം ക്ലാസ്സിലായല്ലേ, പകൻ 10ാം ക്ലാസ്സിലല്ലേ, 12ാം ക്ലാസ്സിലായെന്ന് പറഞ്ഞിട്ട് അനാവശ്യമായൊരു ടെൻഷനും സ്ട്രെസ്സും അവർ ക്യാരി ചെയ്യുന്നുണ്ട്. ഇത് കുട്ടികളെ ബാധിക്കുന്നുണ്ട്. കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ഭയമില്ല. കുട്ടികളെ അങ്ങനെ പരീക്ഷയോട് ഒരു തരത്തിലുള്ള ആശങ്കയോ വല്ലാതൊരു ഉത്കണ്ഠയോ ഒന്നും കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അത് രക്ഷകർത്താക്കൾ അവരിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്. കുട്ടികൾ റിലാക്സ് ചെയ്ത് പഠിച്ചോളും. പരീക്ഷ എന്ന് പറയുന്നത് ക്ലാസ് ടെസ്റ്റ് എഴുതാൻ പോകുന്ന അതേ ലാഘവത്തോടുകൂടി പീരിയോഡിക് ടെസ്റ്റുകളും ടേമിനൽ എക്സാമിനേഷൻസും ആനുവൽ എക്സാമിനേഷൻസും ബോർഡ് എക്സാമിനേഷൻസും എഴുതാൻ അവർ വളരെ ബോൾഡാണ്, കോമ്പീറ്റൻ്റാണ്. ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഭയം എന്ന് പറയുന്നത് അവർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഭയപ്പെടുത്തി അവരെ ഭയചകിതരാക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്വം. സർ, ജ്യോതി സ്കൂളുകളിൽ ഹോംവർക്ക് ഇല്ല, അല്ലെങ്കിൽ കുട്ടികൾ പരീക്ഷയെ പേടിക്കാൻ പാടില്ല, കുട്ടികൾ ട്യൂഷന് പോകേണ്ട ആവശ്യമില്ല, അത് ഈ നാട്ടിലെമ്പാടും ഒരു സംസാര വിഷയം തന്നെയാണ്. അപ്പം പാരൻസ് എന്ന നിലയിൽ മറ്റുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസിനും ഇതറിയാൻ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് ജ്യോതിസ് ചന്ദ്രൻ തൻ്റെ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഹോംവർക്ക് പാടില്ല, അല്ലെങ്കിൽ അവരെ ട്യൂഷന് വിടരുത്, പരീക്ഷ അവർ പേടിക്കരുത് എന്ന് ആഹ്വാനം ചെയ്യുന്നത് എന്നറിയാനുള്ളൊരു താല്പര്യം ആ പാരൻസിനുണ്ടാവും. സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയേണ്ടി ഒരു ഉത്തരം. കാരണം എൻ്റെ വീട്ടിൽ എന്നെ പഠിപ്പിച്ചിരുന്നത് അഥവാ ശിക്ഷിച്ച് ഹോംവർക്ക് പട്ടം സെൻറ്റ് മേരീസ് സ്കൂളിൽ നിന്ന് തന്നു വിട്ടിരുന്ന, അല്ലെങ്കിൽ അതിന് മുൻപുള്ള സ്കൂളുകളിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ അതിനും പഠിച്ചിരുന്നത് കഴക്കൂട്ടം ഗവൺമെൻറ് സ്കൂളും ആറ്റുംകുടി LP സ്കൂളിലുമായിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അവിടെ പഠിക്കുമ്പോഴും അതിനുശേഷം പട്ടം സെൻറ്റ് മേരീസിൽ 6 വർഷം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോഴും എല്ലാ ദിവസവും ഒരു കെട്ട് നോട്ട്ബുക്കിൽ ഹോംവർക്കിൻ്റേതുമായിട്ടാണ് വരുന്നത്. അതൊന്നും ഞാൻ ചെയ്യുമായിരുന്നില്ല. കാരണം ഇത്രയും ഹോംവർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. ബിക്കോസ് എൻ്റെ കൂടെയുള്ളവർ ചെയ്തേക്കാം, അവർക്ക് മടി അത്രത്തോളം ഉണ്ടാവില്ല. അവർക്ക് എന്നെക്കാളും 2 വയസ്സിന് മുകളിൽ പ്രായ വ്യത്യാസം ഉണ്ടെന്നുള്ളത് എനിക്കന്നറിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ഹോംവർക്ക് ഞാൻ ചെയ്യിക്കുന്നതിന് പോലെ എൻ്റെ ചേച്ചിമാരും മറ്റുമൊക്കെ ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്, എന്നെ ശിക്ഷിച്ച് ചെയ്യിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്നെ ശിക്ഷിച്ചിട്ടുള്ളത്, ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ശിക്ഷ കിട്ടാറുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വന്തം അച്ഛനും അമ്മയും നൽകുന്ന ശിക്ഷയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്നെ 9 പേരാണ് ശിക്ഷിച്ചിരുന്നത്. കാരണം എനിക്ക് 5 ചേച്ചിമാരും 2 ചേട്ടന്മാരും ഉണ്ട്, അച്ഛനും അമ്മയും ഉൾപ്പെടെ 9 പേരുണ്ട്. അച്ഛൻ എപ്പോഴും ശിക്ഷിക്കാറില്ല, പക്ഷേ ശിക്ഷിച്ചാൽ അത് ശിക്ഷയായിരിക്കും. അതുകൊണ്ട് പലപ്പോഴായിട്ട് 9 പേരിൽ നിന്നുള്ള ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരുപാട് മാനസിക വിഷമം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതും എൻ്റെ മക്കളെന്ന് പറയുമ്പോൾ അന്ന് എനിക്ക് മക്കളൊന്നുമില്ല, ഞാൻ മക്കളെന്ന് വിളിക്കാറുമില്ല. അതിനുള്ള പാകതയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. 21 വയസ്സിൽ ഞാൻ വിദ്യാഭ്യാസ രംഗത്ത് വന്നതാണ്. സ്കൂൾ തുടങ്ങുമ്പോഴും എനിക്ക് 40 വയസ്സുണ്ട്. അന്നും വിവാഹിതരായി കുട്ടികൾ 2 പേരായിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അധികം അങ്ങനെ ഒരു വലിയൊരു പക്വതയൊന്നും എനിക്ക് വന്നിരുന്നില്ല. പക്ഷേ എന്തായാലും ശരി, മറ്റു മക്കളും ഞാനും എൻ്റെ ഭാര്യയും പ്രിൻസിപ്പലും ഒരേപോലെ മക്കളായിട്ട് കാണുന്നുണ്ടായിരുന്നു. അവരെ ഒരിക്കലും ശിക്ഷിക്കരുത്. അവരെ ഹോംവർക്ക് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ശിക്ഷ. അമ്മ വീട്ടിൽ പോയി അടി കൊടുക്കുകയോ അല്ലെങ്കിൽ വഴക്ക് പോയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നതിനേക്കാളും വലിയ ശിക്ഷ അധ്യാപകൻ നൽകുന്ന ഹോംവർക്കിലൂടെയാണ് കുട്ടികൾ ശിക്ഷ ഏറ്റുവാങ്ങുന്നതെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതാണ്. അപ്പം നമ്മുടെ പുതിയ തലമുറയിലെ കൊച്ചുമക്കൾ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കപ്പെടണം? അതുകൊണ്ട് ഹോംവർക്ക് കൊടുക്കില്ലായിരുന്നു. സ്കൂൾ തുടങ്ങിയത് മുതൽ LKG-യിലോ UKG-യിലോ ഹോംവർക്ക് കൊടുക്കില്ലെന്ന് മാത്രമല്ല, ടെക്സ്റ്റ് ബുക്കോ നോട്ട് ബുക്കോ കൊടുത്തുവിടുമായിരുന്നില്ല. ഓണം, ക്രിസ്മസ്, റംസാൻ, ബക്രീദ് തുടങ്ങിയുള്ള അവധിക്കാലങ്ങളിൽ, ദീപാവലി പോലുള്ള അല്ലെങ്കിൽ വിഷു പോലുള്ള ഇത്തരത്തിലുള്ള അവധികളൊക്കെ കുട്ടികൾ വീട്ടിൽ
അടിച്ച് പൊളിച്ച് ആഘോഷിക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കത് കഴിഞ്ഞിട്ടില്ല. അപ്പം അടുത്ത മക്കൾക്കത് കഴിയണം, എല്ലാ മക്കൾക്കും അത് കഴിയണം. അതുകൊണ്ട് LKG UKG കൊടുത്തില്ല, ഫസ്റ്റ് സെക്കൻഡിൽ പതിയെ കുറച്ചു. മറ്റ് ക്ലാസ്സുകളിൽ ഹോംവർക്കിൻ്റെ തോത് എല്ലാ സ്കൂളുകളിൽ കൊടുക്കുന്നതിനേക്കാളും വളരെ കുറച്ചു. പക്ഷെ അതെല്ലാവരും ഒരുപാട് കളിയാക്കുമായിരുന്നു, കാരണം ഇതൊക്കെ അവസാനം തകർന്ന് തരിപ്പണമാകാൻ പോവാണെന്ന്. നമ്മൾ പ്രൂവ് ചെയ്തു. 2009 10th റിസൾട്ടും 2011 +2 റിസൾട്ടും വന്നു കഴിഞ്ഞപ്പോൾ രക്ഷിതാക്കൾ അംഗീകരിച്ചു ജ്യോതിസിൻ്റെ സമീപനം തികച്ചും ശരിയായ രീതിയാണ്. കുട്ടികൾ വളരെ ഇന്ന് പറയുന്ന ഹോളിസ്റ്റിക് അപ്രോച്ച് അന്ന് നടപ്പിലാക്കി. ഞങ്ങൾ അഭിമാനത്തോടെ തന്നെയാണ് പറയുന്നത്. അതിപ്പോൾ ടീച്ചർ ചോദിച്ചതുകൊണ്ടോ രക്ഷകർത്താക്കൾ എന്നെ പുഴുത്താനായിട്ടോ ഉയർത്താനായിട്ടോ വെക്കാനായിട്ടോ പറയുന്നതൊന്നും എനിക്കതൊരു പുഴുത്തലായിട്ടൊന്നും തോന്നാറില്ല. ബിക്കോസ് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നുള്ള തിക്താനുഭവം തന്നെ പറയണം, ബിറ്റർ എക്സ്പീരിയൻസ് തന്നെ പറയണം. അതൊരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അടുത്ത തലമുറയിലുള്ള കുഞ്ഞുമക്കൾ ഒരിക്കലും അതങ്ങനെ മാനസിക വിഷമം അവർക്കുണ്ടാകരുത്. അവർ വളരെ റിലാക്സ്. ഇന്നിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു, നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ അതിലേക്കൊന്നും കുട്ടികൾ ഒരിക്കലും വഴിതിരിച്ച ആ ഒരു തരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിൽ കുട്ടികൾ പെടരുതാതിരിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഹോംവർക്ക് നൽകാതിരിക്കുക എന്ന് പറയുന്നതാണ് അതിനകത്ത് ആദ്യ ചുവട്. അത് കഴിഞ്ഞ് പിന്നെ പതിയെ അവർ റിലാക്സ്, അവർ വളരെ സന്തോഷപ്രദമായ വീടുകളിൽ ജീവിക്കട്ടെ. Sir, what are the support system in place in our school to support a student who need extra help? Extra help in the sense, various type of extra help we can give on the basis of their academy. In addition to the academies, sports activities or other co-curricular activities and everything. അതിനുപരി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും നമ്മുടെ കൗമുദിയുടെ കേൾവിക്കാർ മലയാളത്തിൽ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് ചോദ്യം ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലേക്ക് ഉത്തരം പറയാം. തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവരവരുടേതായ കഴിവുകൾ കൊണ്ട് തന്നെ അവരുടെ നിപുണതകൾ, അവരുടെ നിപുണതകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സ്കിൽസ്. ആ സ്കിൽസ് അവർക്കുണ്ട്. പക്ഷേ അത് അവരുടെ ടാലൻറ്റ്, അവരുടെ ഇൻഹെറൻറ്റ് ടാലൻറ്റ് എന്ന് പറയുന്നവ നമ്മൾ എങ്ങനെ പുറത്ത് കൊണ്ടുവരും എന്നുള്ളത് അധ്യാപകർക്ക് തീർച്ചയായിട്ടും രക്ഷിതാക്കളെക്കാളും കൂടുതൽ കഴിയും. ഏറ്റവും നന്നായി കഴിയുന്നത് അമ്മയ്ക്കാണ്. പക്ഷേ എപ്പോഴും അമ്മയ്ക്ക് അത് തിരിച്ചറിയാനായിട്ട് ചെറിയ പ്രായത്തിൽ കഴിയണമെന്നില്ല. അവർ കുറച്ചുകൂടി മുതിർന്നു വരുമ്പോൾ മാത്രമാണ് അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിൻ്റെ ഇത്തരത്തിലുള്ള ഇന്നേറ്റ് ടാലൻസ് കണ്ടെത്താൻ കഴിയുന്നത്. അതേസമയത്ത് അധ്യാപകർക്ക് LKG UKG ഫസ്റ്റ് തുടങ്ങിയുള്ള പ്രായത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് സിസ്റ്റം, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അധ്യാപകർക്ക് KG തലത്തിലും പ്രൈമറി തലത്തിലും അവരുടെ ഈ പറഞ്ഞ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജ്യോതിസിൻ്റെ സ്കൂളുകൾ എല്ലായിടത്തും വളരെ നല്ല ശ്രമം അധ്യാപകർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് അധ്യാപകർക്ക് അതിനനുസരിച്ചുള്ള ഗൈഡൻസും ട്രെയിനിങ്സും നമ്മുടെ സ്കൂളിൽ നിന്ന് നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലൂടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ എപ്പോഴും സഹോദയ കോമ്പറ്റീഷൻസ് ഉൾപ്പെടെയുള്ളവയിലൊക്കെ കുട്ടികൾ ഒന്നാം സ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ ക്രിക്കറ്റിനായിരുന്നാലും ഫുട്ബോളിനായിരുന്നാലും മറ്റ് അത്ലറ്റിക്സ് ആയിരുന്നാലും സ്പോർട്സും ഗെയിംസും ഏതൊക്കെ ആയിരുന്നാലും ഇവയിലെല്ലാം ഒന്നാമതെത്താൻ കഴിയുന്നത് അവരുടെ ചെറിയ കുരുന്ന് പ്രായം മുതൽ അവരുടെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് അവർക്ക് എപ്പോഴും നമ്മൾ അഭിനന്ദനത്തിലൂടെ അവർക്ക് എപ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ അപ്രിസിയേഷൻ നൽകുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലൂടെ അവരുടെ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്ത് വരുന്നുണ്ട്. ആ കോൺഫിഡൻസ് ആണ് അവരെ മത്സരങ്ങളിൽ ഒരു മത്സരത്തിനുപരിയായ ഒരു സാധാരണ ഒരു ക്രമകരമായ കാര്യങ്ങളിലൂടെ അവർ ചെയ്തു പോകുന്നത് പോലെ ചെയ്യുന്നു. അവർ ഒന്നാമതെത്തുന്നു. അല്ലെങ്കിൽ ഒന്നാമതെന്ന് പറയുന്നത് എപ്പോഴും ഒന്നാമതാവണമെന്നില്ല. ഇപ്പോൾ 100 മീറ്റർ ഓടിയാൽ ഒരാളെ ഒന്നാമതെത്തുള്ളൂ. 4 പേരോ 8 പേരോ ഓടിയാൽ 8 പേരും ഒന്നാമതാവില്ല. ചെറിയ വ്യത്യാസങ്ങൾ വരാം. പക്ഷെ അവർക്കൊരിക്കലും അതിലൂടെ കോൺഫിഡൻസ് നഷ്ടപ്പെടില്ല. നെക്സ്റ്റ് ടൈം ഐ വിൽ ബിക്കം ഫസ്റ്റ് പൊസിഷൻ എന്നുള്ളൊരു ഒരു ആത്മവിശ്വാസം കുട്ടികളിൽ വളർത്തിയെടുക്കാൻ അധ്യാപകർക്ക് സാധിക്കുന്നുണ്ട്. സർ, എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് പോലും ഈ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ എന്ന വാക്കുകളൊന്നും തന്നെ കുട്ടികൾക്ക് സുപരിചിതമല്ല. അതൊക്കെ മുതിർന്നവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു തലമുറയാണ് ഞങ്ങളുടേത്. പക്ഷേ ഇന്നത്തെ കുട്ടികളിലേക്ക് വരുമ്പോഴേക്കും ഈ സ്ട്രെസ്സും സ്ട്രെയിനും മുതിർന്നവരെക്കാൾ കൂടുതൽ കുട്ടികളിലാണ് കേട്ട് വരുന്നത്. സാറിന് എങ്ങനെയാണ് ഇത്രയും സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. എനിക്കിവിടെ അടുത്തൊന്നും കടകളില്ല സ്ട്രെസ്സ് കിട്ടുന്ന, സ്ട്രെയിൻ കിട്ടുന്ന. ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രക്ഷകർത്താക്കൾക്കൊക്കെ ഇതിങ്ങനെ ധാരാളം അവരവരുടെ സ്വദേശങ്ങളിൽ
അവരവരുടെ വീട് മുറ്റത്തൊക്കെ ഇങ്ങനെ ചെറിയ പെട്ടിക്കടകളിലൊക്കെ ഇത് വിൽക്കപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവർ ഹോൾസെയിലായിട്ട് തന്നെ വാങ്ങുന്നുണ്ട്, വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. അതിലൂടെയാണ് കുഞ്ഞുമക്കൾക്ക് ഇതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവരവർ തന്നെയാണ്. എനിക്കൊരുപാട് വാസ്തവത്തിൽ മറ്റുള്ളവർക്കുള്ളത് പോലല്ല. എൻ്റെ സ്ട്രെസ് എന്ന് പറയുന്നത് ടോട്ടൽ നാച്ചുറലി ഫിനാൻഷ്യൽ സ്ട്രെസ്സാണ്. കാരണം ഇത്രയും സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോവുക, ഇത്രയും ടീച്ചർ ഉൾപ്പെടുന്ന ഒരുപാട് പേർക്ക് സാലറി കൃത്യമായിട്ട് തരിക, അതുപോലെ മറ്റ് പലതരത്തിലുള്ള ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ട്, ബിക്കോസ് കൺസ്ട്രക്ഷൻസ് എന്നും കൺസ്ട്രക്ഷൻസാണ്. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ടതായ ഒരുപാട് സ്ട്രെസ്സുണ്ട്. പക്ഷേ ഞാൻ എന്നെ തന്നെ സ്വയം നിയന്ത്രിക്കുക എങ്ങനെയെന്ന് പറഞ്ഞാൽ എല്ലാം തറയിൽ കൂടല്ലേ വരുന്നേ. ഇനി അഥവാ മാനത്തോട് വന്നാലും തറയിൽ കൂടെ വന്നാലും എവിടെ കൂടെ വന്നാലും വരുമ്പോഴല്ലേ വരൂ. കാള വെട്ടുന്നതെന്ന് കേട്ട് കയറെടുക്കുന്ന ഒരു കാലഘട്ടമൊക്കെ പണ്ടൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുമായിരുന്നു. എന്തായാലും എല്ലാവരും പിന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, എന്തായാലും കാള ആണ്, അത് പ്രസവിക്കില്ല, പശു മാത്രമേ പ്രസവിക്കുകയുള്ളൂ. ഒരിക്കലും പെടക്കോഴി, താറാവ് അല്ലെങ്കിൽ കോഴിയോ എന്ന് പറയുന്നത് പൂവൻ കോഴി മുട്ടയിടില്ല. താറാവ് ആയിരുന്നാലും ഏതായിരുന്നാലും ഫീമെയിൽ മാത്രമേ അത്, ഇപ്പം അമ്മമാർ പ്രസവിക്കുന്നുണ്ട്, അച്ഛനായാലും പ്രസവിക്കുന്നില്ല എന്നുള്ളത് പോലെയാണ്. നമ്മൾ എന്തിനാണ് അനാവശ്യമായിട്ട് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ വല്ലാതെ ഭയത്തോടു കൂടി നേരിടേണ്ട ആവശ്യമില്ല. നമ്മൾ വരട്ടെ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളോടുത്തെ സ്ട്രെസ് രക്ഷിതാക്കൾ കാണിക്കാതിരിക്കുക, അവർക്ക് സ്വയം അത് കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവ് അവർ ആർജിച്ചെടുക്കുക. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാനത് ആർജിച്ചെടുത്തിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയായിരുന്നാലും മക്കളായിരുന്നാലും അല്ലെങ്കിൽ നമ്മുടെ അധ്യാപക സമൂഹത്തിലുള്ള അധ്യാപക സേനയെന്ന് ഞാൻ വിശേഷിപ്പിക്കാറുണ്ട്. ആരൊക്കെ എന്തൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് എൻ്റെ മുന്നിൽ വന്നാലും ഞാൻ വളരെ കൂളായിട്ടത് കേൾക്കുകയും വളരെ കൂളായിട്ടതിനെ പ്രതികരിക്കുകയും അവർ വന്നപ്പോഴുണ്ടായിരുന്ന അവരുടെ സ്ട്രെസ്സ് പൂർണ്ണമായിട്ട് നിർജ്ജലിച്ച് അത് പൂർണ്ണമായിട്ട് അത് എക്സ്ക്ലൂഡ് ചെയ്ത് മാറ്റിയെടുത്ത് റിലാക്സ് ചെയ്ത് വിടാറുണ്ട്. ഉണ്ടോ ഇല്ലയോ തീർച്ചയായിട്ടും അത് നമ്മളായിട്ട് തന്നെ ആർജിച്ചെടുക്കേണ്ടതായിട്ടുള്ളൊരു മറ്റൊരു കഴിവാണ്. സ്ട്രെസ് ഫ്രീ ലേണിംഗ് എന്ന ആശയം പിന്തുടരാനായി സാറിനെ പ്രചോദിപ്പിക്കുന്നത് എന്താണ്? ഞാനിപ്പോൾ സൂചിപ്പിച്ച ടീച്ചർ ചോദിച്ചതിനുള്ള ഉത്തരം തന്നെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതായത് ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞതുപോലെ സ്ട്രെസ്സിലൂടെയോ സ്ട്രെയിനിലൂടെയോ ടെൻഷനിലൂടെയോ ഒന്നും നേടാൻ കഴിയില്ലല്ലോ. നഷ്ടപ്പെടാനല്ലേ കഴിയുള്ളൂ, നേടാനായിട്ടൊന്നുമില്ല. അപ്പം നേടാനില്ലാത്തതിലേക്ക് നമ്മൾ എന്തിനെ ആശ്രയിക്കാൻ പോകണം? നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് ആ സ്ട്രെസ്സ് റിലീസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നതിനേക്കാളും സ്ട്രെസ് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. ഉണ്ടാകുമ്പോഴല്ലേ റിലീസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതുണ്ടാകാതിരിക്കത്തക്ക തരത്തിൽ രക്ഷിതാക്കൾ സ്വന്തം മക്കളെ വളർത്തുക എന്നുള്ളതാണ്. അതിന് വളർത്താൻ രക്ഷിതാക്കൾക്ക്, അമ്മയ്ക്ക് കഴിയണമെങ്കിൽ, അച്ഛന് കഴിയണമെങ്കിൽ, രണ്ട് കൂട്ടർക്കും കഴിയണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ആ വാക്ക് തന്നെ വീട്ടിൽ ഉച്ചരിക്കാതിരിക്കുക. ആ വാക്ക് തന്നെ ഇപ്പം ടീച്ചർ പറഞ്ഞു, ടീച്ചറിൻ്റെ ബാല്യകാലത്തിൽ നിങ്ങളെ ഇരിക്കുന്നവരുടെയൊക്കെ ബാല്യകാലങ്ങൾ ഒന്നും തന്നെ ഈ 3 വാക്കുകളും സുപരിചിതമല്ല, കേട്ടിട്ട് പോലുമില്ല അത്തരം വാക്കുകൾ. ഇന്ന് നമ്മൾ പണ്ട് സൈക്കോളജിസ്റ്റെന്നോ സൈക്കാട്രിസ്റ്റെന്നോ കേട്ടിട്ടില്ല. പണ്ട് ഡോക്ടേഴ്സ് എന്ന് മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഗൈനക്കോളജിസ്റ്റായി, പിന്നെ പീഡിയാട്രീഷ്യനായി, ഡെൻറ്റിസ്റ്റായി, അങ്ങനെ പല വിഭാഗത്തിലുള്ള മെഡിക്കൽ ഫീൽഡിൽ വന്നു. അതുപോലെയാണ് സൈക്കാട്രി എന്ന് പറയുന്നൊരു വിഭാഗം വന്നതും സൈക്കോളജി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് BA-യുടെ ഭാഗമായിട്ട് പിന്നെ BSc-യുടെ MSc-യുടെ ഭാഗമായിട്ട് വരികയും അത് പഠിച്ച് മനഃശാസ്ത്ര വിദഗ്ധരായി. അപ്പം മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു വിഭാഗമാണ്. നമ്മുടെ മനസ്സിനെ നമുക്ക് തന്നെ മറ്റൊരാളുടെ മനസ്സിനെ വേറൊരാൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള ഒരു ശാസ്ത്രശാഖയിലേക്ക് നമ്മൾ വളർന്നെത്തി. അപ്പോൾ ആ ശാസ്ത്രശാഖയിൽ നിന്ന് പഠിച്ചു വന്നവർ യഥാർത്ഥത്തിൽ ഒരാളുടെ ആയിട്ട് സംസാരിച്ചിട്ട് അയാളുടെ മനഃശാസ്ത്രം എന്താണ്, അയാൾ എത്രമാത്രം വീക്കാണ്, സ്ട്രെങ്തനാണ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ വീക്കാണെന്നുള്ളതാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. കാരണം വീക്കായാലല്ലേ സൈക്കാട്രിസ്റ്റിന് ചികിത്സിക്കാനുള്ള സ്കോപ്പുള്ളൂ. അപ്പോൾ ഇല്ലാത്ത വീക്ക്നെസ് അയാളിൽ ഉണ്ടാക്കിയെടുക്കാനും കൂടെ മനഃശാസ്ത്ര വിദഗ്ധർ അതുപോലെ പഠിക്കുന്നുണ്ടാവും. എനിക്കറിയില്ല. ഞാൻ ചിലപ്പോൾ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകുമ്പോഴേക്കും അവർ ഭയങ്കര രോഗിയായിട്ട് എന്നെ കണ്ടിട്ടുള്ളത്. ബി ഫ്രാങ്ക്. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ പിന്നെ അവരെ ഞാൻ ചികിത്സിക്കേണ്ടി വന്നിട്ടുണ്ട്. സത്യമാണ് പറയുന്നത്. ഞാൻ അവരുടെ അടുത്ത് പറയും, ഇങ്ങനെ ആരെയും ട്രീറ്റ് ചെയ്യരുത്. ബിക്കോസ് അവർ നിങ്ങളുടെ അടുത്ത് വരുന്നത് രോഗിയായിട്ടല്ല,
ജസ്റ്റ് ഫോർ കൺസൾട്ടിങ് എന്താണ് എനിക്കിങ്ങനെ ചില പ്രയാസങ്ങളുണ്ട് അതിനെങ്ങനെ സാറിന് തരണം ചെയ്യാൻ പറ്റും. അതിനൊരു സ്പെസിഫിനായിട്ട് ഡോക്ടേഴ്സെ കാണാൻ തുടങ്ങി കഴിയുമ്പോഴാണ് നമ്മളിതൊക്കെ രോഗികളായി തീരുന്നത്. അങ്ങനെ ഒരിക്കലും ഒരു സൈക്കാട്രിസ്റ്റും ഒരു സൈക്കോളജിസ്റ്റും ഒരാളെയും കാണാൻ പാടില്ല. അയാൾക്ക് പറയാനുള്ളത് നമുക്ക് ആരോടെങ്കിലും പറയാനില്ല, പറഞ്ഞാൽ അതിനനുസരിച്ചുള്ളൊരു പ്രതിവിധി കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ മനഃശാസ്ത്ര വിദഗ്ധരെ കാണാൻ പോകുന്നത്. അപ്പോൾ മനഃശാസ്ത്ര വിദഗ്ധരാവണം അവരിൽ അതിലൊരു വൈദഗ്ധ്യം നേടിയിട്ടുള്ളവരാണെങ്കിൽ ആ വൈദഗ്ധ്യം അവർ മറ്റുള്ളവരുടെ മുന്നിൽ കാഴ്ചവെക്കേണ്ടത് അവരെ ക്ഷമയോടുകൂടി കേൾക്കാനും അവരുടെ വിഷമങ്ങൾ വളരെ സഹനതയോടുകൂടി മനസ്സിലാക്കുവാനും എന്നിട്ട് അതിനുള്ള ശരിയായ പരിഹാര മാർഗങ്ങൾ വളരെ 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 ലാഘവത്തോടുകൂടി റിലാക്സ് ചെയ്ത് പറഞ്ഞു കൊടുക്കുവാനും ഒരു സൈക്കാട്രിസ്റ്റിന് കഴിയുന്നിടത്താണ് ആളെ നമ്മൾ അംഗീകരിക്കുക. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയും അയ്യോ ഇവ ഭ്രാന്തനാ, അവർക്ക് ഭ്രാന്താണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് പോകാറുണ്ടല്ലേ, പറഞ്ഞിട്ട് പോകാറുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മെൻ്റൽ സ്റ്റെബിലിറ്റി ഇല്ല. he or she is also becoming an unstable person. Mentally he or she is not becoming stable because അത് സ്വാഭാവികമാണ്, അവരുടെ കുറ്റമല്ല കേട്ടോ. ഇപ്പോൾ എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഒരുപാട് കുട്ടികളുടെ ഇഷ്യൂസ് ഞാൻ ഡീൽ ചെയ്ത് വരുമ്പോൾ ഞാൻ വൈകുന്നേരം വരുമ്പോൾ മുഴുവൻ വട്ടനായിട്ടാണ് ഞാൻ വരുന്നതെന്ന് എനിക്ക് തന്നെ സ്വയം തോന്നാറുണ്ട്. പിന്നെ അടുത്ത മൊമെൻറ്റിൽ ഞാൻ അതിൽ നിന്ന് എല്ലാം ഉൾക്കൊണ്ട് ഞാൻ റിലാക്സ് ചെയ്യും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞില്ലേ, നാളെ ഇതിനേക്കാൾ നല്ല കുട്ടികളായിട്ട് അവർ വരും, ഞാൻ എന്തിനാ ആവശ്യമില്ലാതെ ഇന്ന് പേടിക്കണമെന്നുള്ളൊരു മെൻ്റൽ സ്റ്റേജിലോട്ട് ഞാൻ സ്വയം എന്നെ പ്രതിഷ്ഠിക്കും. അതെല്ലാവരും ചെയ്യുക എന്നുള്ളതാണ്. അത് രക്ഷിതാക്കളായ അച്ഛനും അമ്മയും ഒക്കെ ഇതെല്ലാം ഇന്ന് കഴിഞ്ഞു, നാളെ ഇതിനെക്കുറിച്ച് എന്തിനാണ് ഓർക്കുന്നത്, നാളെ ഒരു പുതിയ ദിവസം, ആ പുതിയ ദിവസത്തിന് നമ്മൾ പുതുതായി വരവേൽക്കാം. ഓണത്തിന് വരവേൽക്കുന്നില്ലേ, ഇത് കഴിഞ്ഞ ദിവസം റംസാനെ വരവേറ്റില്ലേ, നമ്മൾ വിഷുവിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയല്ലേ. അപ്പോൾ അതുപോലെ ഓരോ ദിവസവും അങ്ങനെ കാത്തിരിക്കുക, നല്ല ദിവസത്തിന് വേണ്ടിയിട്ട് നല്ല ശുഭകരമായ ദിവസങ്ങൾ നമുക്ക് കുട്ടികൾക്ക് സമ്മാനിക്കാം. കുട്ടികളുടെ പഠനത്തിൽ താല്പര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ മികച്ച നടപടികൾ ചെയ്യാൻ സാധിക്കും സാറിൻ്റെ അഭിപ്രായത്തിൽ? നല്ല ചോദ്യമാണിതൊക്കെ, പക്ഷേ അതിനുള്ള ഉത്തരം ചോദ്യത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ച് അതിനായിട്ടൊരു പുതിയ നടപടിയിലേക്കൊന്നും കടക്കേണ്ടതില്ല. അവർ രസകരമായി ഞാൻ സാറിന് വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. കാരണം അവരെ സംബന്ധിച്ച് അവർ വിദ്യാർത്ഥികളാണ്. ഇപ്പം നമ്മളൊരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളായിരുന്നു. ഇപ്പോൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് അവർ ലൈഫ് ലോങ് ലേണേഴ്സ് എന്ന് പറയാറുണ്ട്. ചിലർ അതിന് അതേപടി ജീവിക്കുന്നവരുണ്ട്. എന്തായാലും ടീച്ചേഴ്സ് മാത്രമല്ല, യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ്. ഒരു തരത്തിലല്ലേ മറ്റു തരത്തിൽ വിദ്യാർത്ഥികളാണ്. ഓരോ ദിവസവും യൂട്യൂബിൽ നോക്കി പുതിയതായിട്ട് പാചകം പഠിക്കാറില്ലേ, ഓരോരോ പുതിയ ചിക്കൻ്റെ പല അല്ലെങ്കിൽ മഷ്റൂമിൻ്റെ വേറൊന്ന് അല്ലെങ്കിൽ ഓരോന്ന് പഠിക്കാറില്ലേ, അതെല്ലാം പഠനമല്ലേ. അപ്പോൾ പാരൻസ് ആയിരുന്നാലും സമൂഹത്തിൽ എല്ലാവരും തന്നെ പഠനത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന പാഠ്യേതാക്കളാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കുട്ടികളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് 6 വയസ്സ് മുതൽ അല്ലെങ്കിൽ 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ എന്ന് പറഞ്ഞെടുത്ത് അല്ലെങ്കിൽ 18 വയസ്സ് വരെ എന്ന് പറഞ്ഞെടുത്ത് ഇന്ന് അറ്റ്ലീസ്റ്റ് ഒരു 3 വയസ്സ് മുതൽ ഒരു 22 വയസ്സ് വരെയെങ്കിലും വിദ്യാർത്ഥികളാണ്. 4 ഇയർ ഡിഗ്രി അല്ലെങ്കിൽ 5 ഇയർ PG അല്ലെങ്കിൽ 7 ഇയേഴ്സ് ഇത് വന്നപ്പോൾ 23-24 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളാണ്. അവർക്കറിയാം ഞങ്ങൾ വിദ്യാർത്ഥികളാണെന്ന്. അവരെ നമ്മൾ അത് ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നതാണ് രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്വം. നിങ്ങൾ വിദ്യാർത്ഥികളാണ്, നിങ്ങൾ അനാവശ്യമായിട്ട് മൊബൈൽ ഉപയോഗിക്കേണ്ടവരല്ല, നിങ്ങൾ അനാവശ്യമായിട്ട് മറ്റു തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടവരല്ല. അച്ഛനൊരു സാമ്പത്തിക പ്രയാസമുണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് വേറെ ചില വിഷമങ്ങളുണ്ട്, ഇതൊന്നും മോളെയോ ബാധിക്കുന്നതല്ല. നിങ്ങൾ പഠിക്കേണ്ടവരാണ്, നിങ്ങൾ വിദ്യാർത്ഥികളാണ്, നിങ്ങൾ റിലാക്സ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വൈകിട്ട് വന്നിട്ട് നമ്മുടെ ഒരു ആരാധന എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും എല്ലാ മതക്കാർക്കും ഒരുപോലുള്ളതാണ്. ഹിന്ദുക്കളാകുമ്പോൾ അത് വിളക്ക് കൊളുത്തി രാമം ജപിക്കും, മറ്റുള്ള മുസ്ലിങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ നിസ്കരിക്കുകയും അതരത്തിലുള്ള ചടങ്ങുകൾ ചെയ്യും. ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവർ അവരുടേതായ രീതിയിൽ കുരിശ് വരയ്ക്കുകയോ മറ്റു തരത്തിലുള്ള വൈകുന്നേരങ്ങളിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ളൊരു ചടങ്ങ് അവർ ചെയ്യും. അപ്പോൾ ഈ ഇത്തരത്തിലുള്ളൊരു മതപരമായ കാര്യങ്ങൾ കുട്ടികളിൽ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരത് വൈകുന്നേരങ്ങളിൽ തീർച്ചയായിട്ടും ഞാനിതൊക്കെ ചെയ്ത് വളർന്നവരാണ്, നിങ്ങളുമൊക്കെ അങ്ങനെ വളർന്നവരാണ്. അപ്പോൾ അതിപ്പോൾ നഷ്ടപ്പെടുന്നുണ്ട്. അതാണ് ചെയ്യിക്കേണ്ടത്. പഠിക്കാൻ പറയുകയല്ല വേണ്ടത്, പഠിക്കാൻ പറയുകയല്ല ചെയ്യേണ്ടത്. അവർ പഠിക്കാനായിട്ട് പറയുകയരുത്. അതേസമയം ഇതിപ്പോൾ പറയണം. ഈ പറയുന്ന വൈകുന്നേരങ്ങളിലെ പൂജ കർമ്മങ്ങളെല്ലാം അവർ അതിൻ്റെ ഭാഗമാകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? പുസ്തകം എടുക്കുക, വായിക്കുക, അല്ലെങ്കിൽ എഴുതുക, പഠിക്കുക. അല്ലാതെ മൊബൈൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ TV കാണുക എന്നുള്ളതല്ല അവരുടെ ഉത്തരവാദിത്വം. അത് നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അത് ചെറിയ പ്രായം മുതൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം മുഴുവൻ അവരത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സാർ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അതായത് പാരൻസിന് കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവരുടെ ടൈമില്ല. പക്ഷെ ഉള്ള ടൈമിൽ അവർ കുട്ടികളെ പഠനത്തിലേക്ക് തിരിച്ചുവിടാനായിട്ട് നിരന്തരം ബുദ്ധിമുട്ടിക്കുന്ന ഒരു
വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം അത് കുട്ടികളെ ഒരു റെബലിയസ് ക്യാരക്ടറിലേക്ക് ഫോം ചെയ്യാനായിട്ട് കാരണമാകുമെന്ന് സാർ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയുന്നത്? ആദ്യം അവിടെയും ഈ പറഞ്ഞ ചോദ്യത്തിനകത്തൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്, ചെറിയ കാര്യമുണ്ട്. അതായത് ആർക്കും സമയമില്ല എന്നുള്ളതാണ്. സമയം എല്ലാവർക്കും 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറിനെ നമ്മൾ എങ്ങനെ ക്രമീകരിക്കും എന്നുള്ളതാണ് ആശ്രയിച്ചിരിക്കും. അപ്പോൾ അതിന് പാരൻസ്, രക്ഷിതാക്കളായിട്ടുള്ളവർ, അത് ഏത് ഔദ്യോഗിക രംഗങ്ങളിൽ ഏർപ്പെടുന്നവരായിരുന്നാലും ശരി തന്നെ, അത് IT പ്രൊഫഷണൽസിന് ഞങ്ങൾക്ക് ഒരുപാട് അമിതമായ ജോലിയുണ്ടെന്ന് പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. ബിക്കോസ് അവരുടെ ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. അവർ യഥാർത്ഥത്തിൽ പക്ഷേ മറ്റ് വെസ്റ്റേൺ കൺട്രീസിനുമായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ടൈമിങ്ങിൽ കുറച്ച് മാറ്റങ്ങൾ വരാറുണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷെ അത് കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവർക്ക് മറ്റുള്ള സമയം, അവർക്ക് അവൈലബിൾ ടൈം ഉണ്ട്. തീർച്ചയായിട്ടും ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയായോ രക്ഷിതാവോ ആരും തന്നെ ഒരു 12 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവശേഷിക്കുന്ന 12 മണിക്കൂറിൽ 6-8 മണിക്കൂർ ഉറങ്ങിക്കോട്ടെ, 4 മണിക്കൂർ മിനിമം എല്ലാ ദിവസവും കുട്ടികളുമായിട്ട് ചിലവഴിക്കാൻ അവർക്ക് സമയം ഉണ്ടാകേണ്ടതാണ്. അവർ അതിനുവേണ്ടി സമയം കണ്ടെത്തേണ്ടതാണ്. അത് കണ്ടെത്താതെ വരുമ്പോൾ ഏത് സമയവും അച്ഛനും അമ്മയും, അച്ഛനായാലും അമ്മയായിരുന്നാലും മൊബൈലിലോ ലാപ്ടോപ്പിലോ ടാബുകളിലോ ഇലക്ട്രോണിക് ഡിവൈസുകളിലോ, അതും അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുക, ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ മറ്റെന്താ അവരുടെ സ്വന്തം വിനോദം. മക്കളുടെ വിനോദത്തിലേക്ക് അവർ പലപ്പോഴും എന്തുകൊണ്ടോ അവർ വലിയ ഇമ്പോർട്ടൻ്റ്, നീ പോയിരുന്ന് കളിയിടാന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. മോനെ വാ നമുക്ക് കളിക്കാമോ, അച്ഛൻ എൻ്റെ കൂടെ കളിക്കുമോ എന്ന് ചോദിക്കുന്നതിന് വരും മോനെ നമുക്ക് കളിക്കാം. മോൻ എന്ത് കളിയാണ് കളിക്കേണ്ടത്? മോൻ ഷട്ടിൽ കളിക്കണോ, അതോ മോന് വേറെ എന്തെങ്കിലും മൊബൈലിൽ കളിക്കണോ? വാ മോനെ, അച്ഛനും മോനൂടെ മൊബൈലിൽ കളിക്കാം എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അവരൊരു ഗെയിമിൽ ഏർപ്പെടുകയാണ്. അമ്മയ്ക്കും അച്ഛനും ഒന്നും പലപ്പോഴും എനിക്കുൾപ്പെടെ നമുക്ക് അധ്യാപകർക്കും ആർക്കും തന്നെ അവരുടെ പുതിയ ഗെയിമൊന്നും അറിയില്ല. അവരതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്നതും അവരൊരു പക്ഷേ മരണത്തിലേക്കോ കൊലപാതകത്തിലേക്കോ ഗെയിം അവരെ കൊണ്ടെത്തിക്കുന്നുണ്ട്. അത് രക്ഷിതാക്കൾ പഠിക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ കുട്ടികളോടൊപ്പം ഇരുന്ന് അവരെന്ത് ഗെയിമാണ് കളിക്കുന്നത്, ആ കളികളിലൂടെ അവരെത്ര അപകടങ്ങളിലേക്കാണ് ചെല്ലുന്നതെന്നുള്ളത് കുട്ടികളോടൊപ്പം ഇരുന്ന് അവരുടെ ഇത്തരം മൊബൈൽ ഗെയിംസിൽ ഭാഗമാകുമ്പോൾ അതിൻ്റെ അപകടം രക്ഷിതാവിന് സ്വയം മനസ്സിലാവും. വേറൊരാൾ പറഞ്ഞു കൊടുത്തല്ല മനസ്സിലാക്കേണ്ടത്. സ്വയം മനസ്സിലായി കഴിയുമ്പോൾ മോനെ അല്ലെങ്കിൽ മോളെ ഇത് അപകടകരമായ കളിയാണ്, ഇത് കളിക്കാൻ പാടില്ല എന്ന് അച്ഛന് മനസ്സിലായി, അമ്മയ്ക്ക് മനസ്സിലായി, മോനെ നമുക്ക് ഈ കളി വേണ്ട, വേറെ കളിക്കാം. അപ്പോൾ അവർക്കറിയാവുന്ന സ്വന്തം കളി മൊബൈലിൽ തന്നെ കളിച്ചോളൂ. അല്ലെങ്കിൽ പുറത്തു പോയി പറഞ്ഞതുപോലെ ഔട്ട്ഡോർ ഗെയിംസിൽ കുട്ടികൾ താല്പര്യം കാണിച്ചാലാവാം. താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ വേണ്ട. അന്നേരത്തെ താല്പര്യത്തിനൊത്തും രക്ഷിതാവ് വഴങ്ങി കൊടുക്കണം. എന്നിട്ട് പതിയെ ഔട്ട്ഡോർ ഗെയിംസിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി അവരുടെ രക്ഷിതാക്കൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് കുട്ടികളെ ഗ്രാജ്വലി അതിലേക്ക് ഡൈവേർട്ട് ചെയ്യണം. നീ കളിക്കരുത്, എൻ്റെ കൂടെ ഒന്ന് പുറത്തുനിന്ന് കളിച്ചോണം എന്ന് പറഞ്ഞാൽ ആരും വരില്ല, ഒരു കുട്ടിയും വരില്ല, ഏത് പ്രായക്കാരും വരില്ല. പക്ഷെ അതിലേക്ക് നമ്മളിങ്ങനെ ആ കുട്ടി സ്വന്തം മകൻ അഥവാ മകൾ അറിയാതെ അതിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നിടത്താണ് അച്ഛൻ്റെ അമ്മയുടെ കഴിവ്. സർ, നമ്മളിപ്പോൾ സ്ട്രെസ്, ടെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നമ്മുടെ സ്കൂളിൽ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിനും മാനസിക ഉല്ലാസത്തിനും വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ സാധാരണയായി ചെയ്തു വരാറുണ്ട്? വാസ്തവത്തിൽ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് അവരവരുടെ പീരീഡ്, ഫസ്റ്റ് പീരീഡ് എന്നുള്ളതല്ല, 8 പീരീഡ്സിൻ്റെ ഡേ ആയിരുന്നാലും 9 പീരീഡ്സിൻ്റെ ഡേ ആയിരുന്നാലും, ഇപ്പോൾ മോസ്റ്റ്ലി 8 പീരീഡ്സിൻ്റെ ഡേ ആണ്. ഈ ഡേ ഓരോ പീരീഡിലും ഒരു 5 മിനിറ്റ്സ് മുതൽ 10 മിനിറ്റ്സ് വരെ, ലോവർ ക്ലാസ്സിൽ 10 മിനിറ്റ്സ് വരെ ആവാം, ചിലർ 7 മിനിറ്റ്സ് ആവാം, മിനിമം 5 മിനിറ്റ്സ് ടൈമെങ്കിലും കുട്ടികളെ നല്ല റിലാക്സേഷന് വേണ്ടുന്നതായ ചെറിയ എക്സസൈസസ്, അറ്റ്ലീസ്റ്റ് ഫേഷ്യൽ എക്സസൈസ്, ഐ എക്സസൈസസ് എന്നൊക്കെ പറയുന്നത് പോലെ അത്തരത്തിൽ ഇവൻ്റെ യഥാർത്ഥത്തിൽ മൗത്ത് എക്സസൈസ്. അവർക്ക് ഒരു ഉറക്കെ കൂവാൻ പറഞ്ഞാൽ കുട്ടികൾക്ക് ഇതിനെപ്പുറം സന്തോഷമില്ല, ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഉറക്കെ ചിരിക്കാൻ പറഞ്ഞാൽ ഇതിനെപ്പുറം സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം ഫേഷ്യൽ എക്സസൈസിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്തരത്തിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഓൾ ഓഫ് യു സ്റ്റാൻഡപ്പ്, റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ്സ് അപ്പ് എന്നൊക്കെ പറയിക്കാറില്ലേ. ഇതൊക്കെ ഇപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്.
ഇതൊക്കെ നമ്മളിപ്പോഴും കുട്ടികൾക്ക് എല്ലാ ക്ലാസ്സുകളിലും ചെയ്യാറുണ്ട്. അവർക്കതൊരു രസകരമായൊരു ഇതായിട്ടാണ്. അതിനിടയിൽ ചിലപ്പോൾ ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ ചില കുസൃതികളൊക്കെ ഒപ്പിച്ച് ബഹളങ്ങളൊക്കെ കൂട്ടി അതിനകത്ത് ആകെ ഒരു ഇത്, അതൊക്കെ നല്ലതായിട്ടാണ് കാണുന്നത് ടീച്ചേഴ്സ് കാണുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആരെയും അതിനു വേണ്ടി ശിക്ഷിക്കരുത്. ഇഫ് ദേ ആർ മേക്കിംഗ് സം അൺവാണ്ടഡ് നോയ്സ്, ഒരിക്കലും ഒരു ക്ലാസ്സിൽ യോജിക്കാത്ത രീതിയിലൊരു സൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കും, ആ കുട്ടിയെ അപ്പോഴേ തന്നെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ് തന്നെ പോയി, ആ സ്കൂൾ ആ ദിവസം തന്നെ പോകും. അതൊക്കെ കുട്ടികൾ അതുകൊണ്ടല്ലേ അവരെ കുട്ടികളെന്ന് വിളിക്കുന്നത്. ഇത് മുതിർന്നവരാരും ചെയ്യാറില്ലല്ലോ. ഇപ്പോൾ കോളേജ് ക്ലാസ്സുകളിൽ ചെയ്യുന്നത് മര്യാദയുള്ളൊരു കാര്യമല്ല. ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, പിന്നെ മനസ്സിലാക്കി കൊടുക്കണം മോനെ, പിന്നെ ഒറ്റയ്ക്ക് ആ കുട്ടിയെ വിളിച്ച്. ഒരിക്കലും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, കുട്ടികളെ ഒരുമിച്ചുള്ളപ്പോൾ അവരെ ഒരു കുട്ടിയെ പോലും മെൻ്റലി ഹർട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ആ കുട്ടിയെ മാനസികമായിട്ട് വിഷമത്തിലാക്കും. അത് ആ ക്ലാസ്സിനെ മൊത്തത്തിൽ അവർക്ക് ഫ്രണ്ട്സാണ് എപ്പോഴും, ആ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അവരെ ഒരിക്കലും ഹർട്ട് ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ കുട്ടികൾക്ക് ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് സൃഷ്ടിച്ചു കൊടുക്കാറുണ്ട്. ആർട്ടിഫിഷ്യലായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് സ്റ്റുഡൻസ് ആർ നോട്ട് ഫീലിംഗ് ഇറ്റ് ഈസ് പർപ്പസ്ഫുള്ളി മേഡ് സച്ച് എ സിറ്റുവേഷൻ ഇൻ ദ ക്ലാസ് എന്ന് തോന്നാറില്ല. അല്ലാതെ കുട്ടികൾക്ക് അവർക്കൊരു നാച്ചുറലായിട്ടൊരു ഫീലിങ്ങിലൂടെ അവരെ നല്ല റിലാക്സേഷനിൽ കൊണ്ടുവരാറുണ്ട്. എല്ലാ പീരീഡും എല്ലാ ദിവസവും എല്ലാ ടീച്ചേഴ്സും. അതിന് PT സാറെന്നോ ഇംഗ്ലീഷ് ടീച്ചറെന്നോ മലയാളം ടീച്ചറെന്നോ സയൻസ് മാത്സ് സോഷ്യൽ സയൻസ് ടീച്ചറെന്നോ ഒന്നും വ്യത്യാസമൊന്നുമില്ല. എല്ലാ അധ്യാപകരും അതിനോടൊരു ടൈം കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. സാർ, നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു ദിവസം രക്ഷിതാവ് എന്ന നിലയിൽ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഹൃദയം തകർക്കുന്ന വാർത്തകളിലൂടെയാണെന്ന്. അപ്പം ഇന്നത്തെ കുട്ടികൾ അവരെ ഒരു പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ഒരു കാര്യം കുട്ടികൾക്കില്ല. പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ അവർ തയ്യാറാവുന്നില്ല. ഇപ്പം സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല സോഷ്യൽ മീഡിയാസും ഇന്നിറങ്ങുന്ന പുതിയ സിനിമകൾ, മാർക്കോ പോലെയുള്ള പുതിയ സിനിമകളെല്ലാം തന്നെ ഒരു അക്രമം തുറന്നു കാട്ടുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അപ്പം എത്രയായിരുന്നാലും അവർ തന്നെ ഓൾറെഡി പറയുന്നുണ്ട്, ഇത്ര വയസ്സിന് മുകളിലുള്ളവരെ ഇത് കാണാവുള്ളൂ. പക്ഷെ ഒരിക്കലും അത് കുട്ടികളെ ബാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാണരുത് എന്ന് പറഞ്ഞതുകൊണ്ട് അവർ കാണാതിരിക്കുന്നില്ല. അപ്പം ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ വളരെ പ്രസക്തമായൊരു ചോദ്യം ഒരു പാരന്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം. Yeah, good morning, sir. Good morning. So, of late we could see like our children getting involved in drug abuse, violence, etc. So, as a parent or as a teacher, what steps can we take to guide our children to a responsible citizen? Naturally, usually we all the parents as well as children are seeing such type of violence everywhere, not only in films. Daily ഉള്ള വാർത്ത ടീച്ചർ സൂചിപ്പിച്ചതുപോലെ പലതും നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പലതരത്തിലുള്ള വികാരങ്ങൾ നമ്മൾ ഉണർത്തുന്ന ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കാണുന്നുണ്ട് സമൂഹത്തിൽ ഒന്നാകെ. നമ്മുടെ സംസ്ഥാനത്ത് മാത്രം രാജ്യത്തൊട്ടാകെ ഇതുണ്ടാകും. നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് വാർത്ത നമ്മുടെ പത്രങ്ങളിലൂടെ നമ്മൾ അല്ലെങ്കിൽ മീഡിയാസിലൂടെ അറിയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് കുട്ടികളെ ബാധിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. ആ കുട്ടികളെ കുട്ടികളെ വാസ്തവത്തിൽ അവർ ഇപ്പോൾ പത്രമോ വായിക്കുന്നില്ല എന്ന് പറയുന്നതിൽ നമ്മൾ കുറ്റപ്പെടുത്താറില്ല. ഇപ്പോൾ വായിക്കാതിരിക്കുന്ന കണക്ക് നല്ലതാണെന്ന് നമ്മൾ ആശ്വസിക്കാറുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുമല്ല, അവർ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ വേറെ പലതും ആയിരിക്കാം കാണുന്നത്. എന്നാൽ തന്നെ ഒരു പരിധിവരെ ഇത് ബാധിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം പാരൻസ് തന്നെ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വീടുകളിലൊക്കെ തന്നെ. സാറിൻ്റെ ചോദ്യം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാമോ? So, like most of the children, like when we see nowadays, like children are getting involved in drug abuse and violence. Yes. So, as a teacher or a parent, what steps can we take to guide them to be a responsible citizen? ടീച്ചേഴ്സ്, തീർച്ചയായിട്ടും ടീച്ചേഴ്സിന് അതിനകത്തൊരു വലിയൊരു റോളുണ്ട്. അത് ഞാൻ പല രൂപത്തിൽ ഞാൻ ഇതിനോടകം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള അബ്യൂസിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗത്തിലേക്ക് അല്ലെങ്കിൽ അവർ തന്നെ ഉണ്ടാകാവുന്ന വയലൻസിലേക്ക് അവരതിലോട്ട് നാച്ചുറലായിട്ട് പോലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് സ്വാഭാവികമായിട്ടും ടീച്ചേഴ്സിന് ഒരുപാട് മോറൽ വാല്യൂസ് ഉള്ളൊരു രീതിയിലുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതിന് നമ്മൾ യഥാർത്ഥത്തിൽ പഴയതുപോലെ ഒരു മോറൽ സയൻസിൻ്റെ ബുക്ക് അതിനൊരു ഘടകമാകണമെന്നില്ല. അതല്ലാതെ കുട്ടികൾക്ക് ദൈനംദിനം ഉണ്ടാകുന്ന ഓരോ ഇഷ്യൂസുമായി റിലേറ്റ് ചെയ്ത് ടീച്ചറിൻ്റെ വേറൊരു തരത്തിൽ കുട്ടിക്കൊരു മനസ്സിനെ അത് ഒരിക്കലും മനസ്സിൽ തട്ടുന്ന രീതിയിൽ ഉണ്ടാകാത്ത രീതിയിൽ അതിന് വ്യത്യസ്തമായ രീതിയിൽ മറ്റ്
ജീവജാലങ്ങളുടെ, കിളികളുടെ അല്ലെങ്കിൽ മറ്റ് ജന്തുക്കളുടെ, ഇതൊക്കെ മനുഷ്യരുടെ തന്നെ ആവണമെന്നില്ല. ആ രീതിയിലൊക്കെ പലതരത്തിലുള്ള രസകരമായിട്ടുള്ള പഞ്ചതന്ത്ര കഥകളൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് അതിൻ്റേതായ രീതിയിൽ ഇപ്പോൾ ഒരു പക്ഷി മറ്റൊരു പക്ഷി ആക്രമിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും ഒരിക്കലും അത് ചെയ്യാറില്ല. അത് സത്യം. നമ്മൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നത് പോലെ ഒരിക്കലും യഥാർത്ഥത്തിൽ കിളികളോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ജീവജാലങ്ങളോ ഒന്നും തന്നെ പരസ്പരം ആക്രമിക്കുന്നില്ല. അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് വിവേകശാലികളാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ വിദ്യാഭ്യാസം ആർജിക്കുന്നവരാണ്. എന്തായാലും ഈ പറഞ്ഞ പക്ഷികളോ മൃഗങ്ങളോ ഒന്നും തന്നെ സ്കൂളിലില്ല അവർക്ക് വേണ്ടിയിട്ട്. പക്ഷേ അവരുടെ സ്കൂളെന്ന് പറയുന്നത് അവരെവിടെയാണോ അധിവസിക്കുന്നത് അവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട്, അവർ വിദ്യാഭ്യാസം ആർജിക്കുന്നുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് കിളികളാകട്ടെ, അത് മറ്റ് നാൽക്കാലികളായിട്ടുള്ള ജന്തുക്കൾ ഏതുമാകട്ടെ, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അവരവരുടെ അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് അവരുടേതായിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ട്. ഇല്ലേ, നമ്മൾ കാണുന്നില്ലേ, ആനയ്ക്ക് വേറൊരു ആനയ്ക്ക് വെടി കൊണ്ടു കഴിഞ്ഞാൽ ആന പോയി അതിനെ ആശ്വസിപ്പിക്കുന്ന നമ്മൾ കാണുന്നില്ലേ? ഒരു മറ്റൊരു മറ്റാരെങ്കിലും അടിച്ച് എന്തെങ്കിലും എറിഞ്ഞോ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ നായ്ക്കൾ എല്ലാവരും കൂടെ ചേർന്ന് അതിനെ ആശ്വസിപ്പിക്കുന്ന നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ അവർക്ക് ഇത്രയും വിവേകം ഉണ്ടല്ലോ. അവർ വിദ്യാഭ്യാസം ഇതുപോലെ നമ്മൾ CBSE സ്കൂളിലൊന്നും അവർ പഠിക്കുന്നില്ലല്ലോ. അപ്പോൾ അവർക്കതെല്ലാം ഉണ്ടെന്നുള്ളത് നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അധ്യാപകർ ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതല്ല. ഇത്തരത്തിൽ രസകരമായ പലതരത്തിലുള്ള ഉദാഹരണത്തിലൂടെ അവർക്ക് ഇത്തരത്തിലുള്ള ജീവജാലങ്ങൾക്ക്, മറ്റ് മനുഷ്യരല്ലാതെയുള്ള ജീവജാലങ്ങൾക്ക് ഇതിനെല്ലാം സാധിക്കുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് സാധിച്ചുകൂടാ? നമ്മൾ CBSE സ്കൂളിൽ നിങ്ങൾ നല്ല വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. അപ്പം നമ്മൾ ആർജിച്ചെടുക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ നന്മയുള്ള വ്യക്തിത്വങ്ങളായിട്ട് വളരേണ്ടതിനല്ലേ വിദ്യാഭ്യാസം എന്ന രീതിയിൽ. ഒരിക്കലും നമ്മൾ ഓരോ ഇൻസിഡൻ്റായിട്ട് പറഞ്ഞ് അവരെ മനസ്സിനെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര അവർ അതിലേക്ക് തന്നെ പോവും. നമ്മളിന്ന് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ലഹരിയെക്കുറിച്ചാണ്. ആ വാക്ക് ഉപയോഗിക്കാതെ ആർക്കും മതിയാവില്ല. ഒരിക്കലും വാക്കേ ഉപയോഗിക്കരുതെന്നാണ് ഞാൻ പറയാറുള്ളത്. ആ വാക്കല്ലാതെ മറ്റെന്തെല്ലാം പറയാം. ആ വാക്കിങ്ങനെ ഒരുപാട് ഫെമിലറൈസ് ചെയ്യാൻ പോകുമ്പോഴാണ് അതിലേക്ക് അതെന്തോ സംഭവമാണ്, അതൊന്ന് നോക്കിയാൽ കൊള്ളാം, അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്ന് കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ യഥാർത്ഥത്തിൽ നമ്മൾ മീഡിയാസിലൂടെ ഇൻജെക്റ്റ് ചെയ്യാണ്. നമസ്കാരം സാർ. ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിൽ നിന്ന് +2 തലം പൂർത്തിയാക്കി, അതായത് നമ്മുടെ pre-KG മുതൽ അല്ലെങ്കിൽ നമ്മുടെ 1.5 വയസ്സ് മുതൽ കുഞ്ഞുങ്ങളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ pre-KG മുതൽ 1.5 വയസ്സ് മുതലൊക്കെയുള്ള കുഞ്ഞുങ്ങൾ +2 ലെവൽ പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ അവരെ ഉൾപ്പെടുന്ന സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു 5 പേർ അല്ലെങ്കിൽ 2 പേർ ഉൾപ്പെടുന്ന ഗ്രൂപ്പിനോട്, ആ മക്കളോട് ഒരാൾ ചോദിക്കുകയാണ്, ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിൽ പഠിച്ചത് കൊണ്ട് നിങ്ങൾ എന്താണ് നേടിയത്? നമുക്ക് കോമൺ ആയിട്ടുള്ള ആൻസേഴ്സ് അവരിൽ നിന്ന് വരാവുന്നത് അവർക്ക് ഉയർന്ന ജോലി കിട്ടി, ഉയർന്ന സ്ഥാനങ്ങൾ കൈവരിക്കാൻ പറ്റി എന്നുള്ളത്. ആ ഒരു കോമൺ ആൻസേഴ്സിൽ നിന്ന് മാറി അവർക്ക് എല്ലാവർക്കും ചേർന്ന് ഒരൊറ്റ സ്വരത്തിൽ ഒരു പോസിറ്റീവ് ആൻസർ എന്തെങ്കിലും പറയാനുള്ളത് അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിലോട്ട് അവരെ എത്തിക്കാൻ വേണ്ടി സാറെടുത്ത തീരുമാനങ്ങൾ, പ്രയത്നങ്ങളെ ഒന്ന് വിശദീകരിക്കാവോ? ഒറ്റ വാക്കിൽ തന്നെ ഉത്തരം പറയാം. വിശദീകരിക്കണമെന്നില്ല. ബിക്കോസ് ഞാനൊരു ഓൺട്രപ്രണർ ആണ്. അത് മറ്റു പലരും ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ അതങ്ങനെ ആണെന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട്. അത് കുട്ടികളിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കാൻ അവരുടെ ഈ പറഞ്ഞ 12, 14, 15 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷം +1, +2 പഠിച്ച കുട്ടികളുടെ ഇടയിൽ പോലും അത്തരത്തിലുള്ളൊരു ഓൺട്രപ്രണറിയൽ മൈൻഡ് അവരിലേക്ക് അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്, ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ഇൻപുട്സ് എനിക്ക് കൊടുക്കാൻ കഴിയുന്നതിലൂടെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന നമ്മുടെ ജ്യോതിസ് പ്രോഡക്ട്സ് അഥവാ ജ്യോതിസിയൻസ് എന്ന് പറയുന്നവർ, അത് ബോയ്സ് ആകട്ടെ ഗേൾസ് ആവട്ടെ, 2 കൂട്ടരും ഒരേ സ്വരത്തിൽ പറയും, ഞങ്ങൾ ഭാവിയിലെ ജോബ് ഗിവേഴ്സ് ആവും, ജോബ് സീക്കേഴ്സ് ആകാനല്ല ഞങ്ങൾ ജ്യോതിസിൽ പഠിച്ചത്. ഞങ്ങളൊരു സ്റ്റാർട്ടപ്പ് പദ്ധതി തുടങ്ങും, ഞങ്ങൾ ഓൺട്രപ്രണർ ആയിട്ട് മാറും. ഭാവിയിലെ ഇന്ന് കാണുന്ന വലിയ സക്സസ്ഫുൾ ഓൺട്രപ്രണേഴ്സിനെ പോലെ, എന്നെ പോലെയല്ല, വളരെ സക്സസ്ഫുൾ ഓൺട്രപ്രണേഴ്സിനെ നമ്മുടെ രാജ്യമൊട്ടാകെ ലോകമൊട്ടാകെ കാണുന്നുണ്ട്. അവരെ ഓരോരുത്തരെയായിട്ട് കുട്ടികൾ മാതൃകയാക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒരു പ്രായത്തിലെത്തിയാൽ, ഒരു 12ാം ക്ലാസ്സിൽ 11, 12 ക്ലാസ്സിലൊക്കെ എത്തിക്കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് അവർ കടക്കുമ്പോഴും അവർ ഏറ്റവും കൂടുതൽ വായിക്കേണ്ടത് ബയോഗ്രഫീസാണ്. അത് സക്സസ്ഫുൾ പേഴ്സണാലിറ്റീസിൻ്റെ ബയോഗ്രഫീസ് തന്നെ ആവണമെന്നില്ല.
ഫെയിലുവേഴ്സിൻ്റെയും ബയോഗ്രഫീസ് വായിക്കണം. എങ്കിൽ മാത്രമേ ഫെയിലുവർ എന്തുകൊണ്ട് അവർ ഫെയിലായി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഫെയിലാകാതിരിക്കാനുള്ള, അത്തരത്തിലൊരു ഫെയിലുവറിലേക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള മുൻകൂട്ടിയുള്ള ഒരു ബോധ്യവും കുട്ടികളിലേക്ക് അവർ ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ കഴിയും. അപ്പോൾ അതിലൂടെ അവർക്ക് യഥാർത്ഥത്തിൽ ഫെയിലിംഗ് എന്തുകൊണ്ട് സംഭവിച്ചു, ഹൗ ഇറ്റ് ബിക്കം എ സക്സസ്ഫുൾ ലീഡ് എ സക്സസ്ഫുൾ ലൈഫ്, സക്സസ്ഫുൾ ഓണ്ടർപ്രണർ എന്ന രീതിയിൽ അവർ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് അവരോട് ഇങ്ങനെ അഡ്വൈസ് ചെയ്യാറുണ്ട്. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭാവിയിലെ നമ്മുടെ രാജ്യത്തൊട്ടാകെ യഥാർത്ഥത്തിൽ 16-18 ലക്ഷം വരെ വിദ്യാർത്ഥികൾ +2 പരീക്ഷ എഴുതുന്നുണ്ട്. 10th പരീക്ഷ 18 ലക്ഷത്തോളം, മറ്റൊരു 16-17 ലക്ഷത്തോളം എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതുന്ന കുട്ടികളിൽ തീർച്ചയായും അവരുടെ കൂട്ടത്തിൽ ജ്യോതിസിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ വർഷത്തെയും 200-ഓളം കുട്ടികൾ, അത്ര 200-240 കുട്ടികൾ വരെ വരാം. അല്ലെങ്കിൽ ഇപ്പോൾ 3 ജ്യോതിസിൻ്റെ സ്കൂളിൽ പറയുമ്പോൾ 400ഓളം കുട്ടികൾ വരാം. ആ 15 ലക്ഷം എടുത്തോളൂ. ആ 15 ലക്ഷത്തിൽ 400 കുട്ടികൾ സക്സസ്ഫുൾ ആവും. അവർ ക്രീമാണ്, രാജ്യത്ത് തന്നെ ക്രീമാണ്. ആ 400 കഴിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങൾ, നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് സംസ്ഥാനങ്ങളായിട്ട് കുട്ടികൾ പഠിക്കുന്നുള്ളൂ. അടുത്തുള്ളവർ 401, 402, 403 എണ്ണേണ്ടത്. അങ്ങനെയാണ് ഞാനത് പഠിപ്പിക്കുന്നത്. മറ്റ് ഇവിടെ നിന്ന് മുതൽ 1 മുതൽ തുടങ്ങി 400 ആയിക്കഴിഞ്ഞാൽ പിന്നെ 3 സ്കൂളിലും 400 ആയിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള എല്ലാ സ്കൂളിലും രാജ്യത്തൊട്ടാകെ ഒരു സ്കൂളിനോട് ഞാൻ മത്സരിക്കുകയല്ല. എന്നാൽ മറ്റുള്ള കുട്ടികളെ 401, 402, 403 എന്ന് പറഞ്ഞാൽ എണ്ണുന്നത്. അത്രയും കോൺഫിഡൻസ് അവർക്കുണ്ട്. ധൈര്യമായിട്ടിരിക്കും.